നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. മണിപ്പൂർ ക്രൈ ഓഫ് ദി ഓപ്രസ്ഡ് മണിപ്പൂരിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ്. ഈ ഡോക്യുമെൻ്ററി അങ്കമാലി എറണാകുളം അതിരൂപതയ്ക്ക് കീഴിലുള്ള സാഞ്ചോപുരം പള്ളിയിൽ, വൈപ്പിനിലുള്ളൊരു പള്ളിയാണ് സാഞ്ചോപുരം പള്ളിയിൽ കഴിഞ്ഞ ദിവസം പ്രദർശിപ്പിക്കുകയുണ്ടായി. വലിയ രാഷ്ട്രീയ പ്രാധാന്യം ആ ഡോക്യുമെൻ്ററിയുടെ പ്രദർശനത്തിനുണ്ട്. കാരണം വിദ്വേഷം വമിപ്പിക്കുന്ന, നുണ പ്രചരിപ്പിക്കുന്ന കേരള സ്റ്റോറി പലയിടത്തും പ്രചരിപ്പിക്കുന്നതിനിടയിലാണ് സത്യം വിളിച്ചു പറയുന്ന ഒരു ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കുന്നത്. ദാവൂദ് സർ, നമ്മൾ ഈ കേരള സ്റ്റോറിയെക്കുറിച്ചുള്ള കാര്യം പലയിടങ്ങളിൽ പല സമയത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഈ കേരള സ്റ്റോറിക്കുള്ളൊരു ബദൽ, ഒരു മറുപടി ഏറ്റവും മനോഹരമായി കൊടുക്കുകയായിരുന്നോ ഈ മണിപ്പൂർ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചതിലൂടെ? മണിപ്പൂർ ഡോക്യുമെൻ്ററി കേരള സ്റ്റോറിക്കുള്ള ബദൽ എന്ന് പറയാൻ പറ്റില്ല. കാരണം കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു പ്രൊപ്പഗാൻഡ ഫിലിമാണ്, ഒരു ഫിക്ഷണൽ ഫിലിമാണ്. ആ ഫിക്ഷനിൽ തന്നെ പറഞ്ഞ കാര്യങ്ങൾ, ഫിക്ഷൻ ആധാരമാക്കിയ കാര്യങ്ങൾ പോലും നുണയാണ് എന്നുള്ള വേറെ പ്രശ്നമുണ്ട്. അതൊരു ഫിലിമാണ്, മറ്റേതൊരു ഡോക്യുമെൻ്ററിയാണ്. അപ്പോൾ കേരള സ്റ്റോറിയിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളല്ല മണിപ്പൂർ സ്റ്റോറിയിൽ പ്രതിപാദിക്കുന്നത്. അത് പറയാൻ കാരണം ആ ഫാദർ തന്നെ പറഞ്ഞത് ഈ നുണകൾക്കുള്ള ബദലാണ്, കുട്ടികൾ സത്യം അറിഞ്ഞു വളരട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അതിലെ കമ്പാരിസൺ അതാണ്. എന്താ വെച്ചാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ക്രിസ്തീയ സഭ, അതിൻ്റെ ഒരു അതിരൂപത, ഒരു പ്രോപ്പഗൻഡ ഫിലിം. ആ പ്രോപ്പഗൻഡ ഫിലിം എന്താണ്? ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂനപക്ഷ സമൂഹമായ മുസ്ലിങ്ങളെ പൈശാചികവൽക്കരിക്കുന്ന, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളെ പൈശാചികവൽക്കരിക്കുന്ന, മറ്റൊരർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഫിലിം, ഒരു പ്രൊപ്പഗാൻഡ ഫിലിം ആ സഭയ്ക്ക് കീഴിലുള്ള കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കുവാൻ ഒരു പഠനോപകരണമായി കാണിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ആരെങ്കിലും അല്ല ചെയ്യുന്നത്, കാസ പോലെയുള്ള തീവ്രവാദ സംഘടനകളല്ല ചെയ്യുന്നത്. സഭ, ഉത്തരവാദപ്പെട്ട സഭയുടെ ഔദ്യോഗിക വിശ്വാസ പരിശീലന പരിപാടിയിലാണ് അത് കാണിക്കുന്നത്. അതിൽ തന്നെ നിയമപരമായ പ്രശ്നങ്ങളുണ്ട്. സർട്ടിഫൈഡ് ഫിലിമാണത്. സർട്ടിഫൈഡ് ആയ ഒരു ഫിലിം കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പ്രദർശിപ്പിക്കാമോ എന്ന നിയമപ്രശ്നം അവിടെ ഉണ്ട്. അതിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ബാലാവകാശ കമ്മീഷനിൽ പരാതി പോയിട്ടുണ്ട്. ഈ രേഷ്മ പറഞ്ഞ ഈ മണിപ്പൂർ സ്റ്റോറി പ്രദർശിപ്പിച്ച ആ ഫാദർ തന്നെ ഇന്ന് ജെയിംസ് പനവേൽ അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, ബാലാവകാശ കമ്മീഷന് കേസെടുക്കാവുന്ന കാര്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിയമവിരുദ്ധമായ, ഒരർത്ഥത്തിൽ നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ് ഇടുക്കി അതിരൂപത ചെയ്തിരിക്കുന്നത്. സാമൂഹിക ദ്രോഹ പ്രവർത്തനമാണ് ചെയ്തിരിക്കുന്നത്. അവർ ചെയ്ത സാമൂഹ്യ ദ്രോഹ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരെ വളർന്നു വരുന്ന തലമുറയിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം അവർ നടത്തിയിട്ടുള്ള ഒരു ഇടപെടലാണത്. ഈ പരിപാടി എന്താണ്? വിശ്വാസ പരിശീലന പരിപാടിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് വിശ്വാസ പരിശീലനം നൽകുന്നത്? അപ്പോൾ ഏത് വിശ്വാസത്തിൽപ്പെട്ട ആളുകൾക്കും അവരുടെ തലമുറ, പുതിയ വളർന്നു വരുന്ന തലമുറയ്ക്ക് ആ വിശ്വാസത്തെക്കുറിച്ച്, അവരുടെ ആദർശത്തെക്കുറിച്ച് പരിശീലനം നൽകാൻ നിശ്ചയമായ അവകാശമുണ്ട്. അത് വിശ്വാസമില്ലാത്തവർക്കും അവകാശമുണ്ട്. എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. ഇപ്പം കമ്മ്യൂണിസ്റ്റുകൾ അവർ വിശ്വാസികളല്ല, അവർക്ക് ബാലസംഘമുണ്ട്. മുസ്ലിങ്ങൾ മദ്രസ നടത്തുന്നുണ്ട്, ക്രിസ്ത്യാനികൾ സൺഡേ സ്കൂൾ നടത്തുന്നുണ്ട്, പിന്നെ ബാലഗോകുലം പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ മതത്തിൻ്റെയും ആത്മീയതയുടെയും അവരവരുടെ ആദർശങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ കുഞ്ഞുങ്ങളെ വിശ്വാസ പരിശീലനം പഠിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കണം? നമ്മുടെ വിശ്വാസം എന്താണ്, നമ്മുടെ ആദർശം എന്താണ്, നമ്മുടെ അടിത്തറകൾ എന്താണ് എന്നല്ലേ പഠിപ്പിക്കേണ്ടത്. പക്ഷേ തൃശ്ശൂരിൽ അതിരൂപത തീരുമാനിച്ചിരിക്കുന്നത് അതല്ല. മറ്റവൻ എന്താണ്, മറ്റവൻ്റെ കുഴപ്പം എന്താണ്, അല്ലെങ്കിൽ മറ്റവനെതിരെയുള്ള വിദ്വേഷം പഠിപ്പിച്ചിട്ട് തങ്ങളുടെ വിശ്വാസം ഉറപ്പിച്ച് നിർത്തുക എന്ന് പറയുന്നത് അടിസ്ഥാനപരമായൊരു പിഴച്ച സമീപനമാണത്. നമ്മൾ കുഞ്ഞുങ്ങളെ ഒരു പ്രത്യേക വിശ്വാസധാരയിൽ വളർത്തിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വിശ്വാസധാരയുടെ അടിത്തറകൾ എന്താണ്, അതിൻ്റെ ലോജിക്കുകൾ എന്താണ്, അതല്ലേ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതല്ലാതെ മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണ്, മുസ്ലിങ്ങളെ വെറുക്കണം, മുസ്ലിങ്ങൾ പിശാചുക്കളാണ് എന്ന് കുഞ്ഞുങ്ങൾക്കുള്ളിൽ തോന്നിപ്പിക്കുന്ന തരത്തിൽ ആ നിലയിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഫിലിം കാണിക്കുകയും നോക്കണം. അത് പരിശീലന പരിപാടിയുടെ ഭാഗമായിട്ടാണ്. മാത്രമല്ല ആ പരിശീലന പരിപാടിയിൽ വിതരണം ചെയ്ത ബുക്ക്ലെറ്റ് ഞാൻ മുഴുവനായിട്ട് വായിച്ചു. അതിൽ ഓരോരോ ഇങ്ങനെ സ്കീമുകളുണ്ട്. ആ സ്കീമുകൾക്ക് ശേഷം ഒരു പ്രോജക്റ്റ്, ചോദ്യോത്തരവും പ്രോജക്റ്റ് വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫിലിം കണ്ട ശേഷം കുട്ടികൾ അഭിപ്രായം എഴുതാനുള്ള കോളമൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ചുമ്മാ കാണിച്ചു പോവുകയല്ല, അതൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ
കാണിക്കുന്നു, അതിനെതിരെ വലിയ വിമർശനം വരുന്നു. വിമർശനം വന്നപ്പോൾ സഭ എന്താ ചെയ്യുന്നത്? അതിനെ അങ്ങേയറ്റം മോശമായിട്ട് ന്യായീകരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ ഉത്തരവാദപ്പെട്ട ഒരു സഭ, ഒരു ആർച്ച് ഡയോസിസ് ഇങ്ങനൊരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോവുകയും അത് ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണത്. ഇത് ആദ്യത്തെ അനുഭവമല്ല. താമരശ്ശേരി രൂപത നേരത്തെ ഇതേക്കാൾ മോശപ്പെട്ട പരാമർശങ്ങളുള്ള ഒരു പുസ്തകം അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. അതിനെതിരെയും പോലീസിൽ കംപ്ലൈൻ്റ് ഉണ്ട്. പാലാ ബിഷപ്പ് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത വിധം അങ്ങേയറ്റം വർഗീയ വിഷം വമിപ്പിക്കുന്ന തരത്തിൽ നാർക്കോട്ടിക് ജിഹാദ് പരാമർശം നടത്തുന്നുണ്ട്. അതിനെതിരെയും പോലീസിൽ കംപ്ലൈൻറ്റ് പോയതാണ്. എന്ന് പറഞ്ഞാൽ സഭാപിതാക്കന്മാരായിട്ടുള്ള ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ വിഷപ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുന്നു. ഇത് ഏതെങ്കിലും ഒരു ഈ പറയുന്ന സ്ഥിരം ഹെയ്റ്റ് മോങ്കേഴ്സ് ആയിട്ടുള്ള അങ്ങാടി പ്രഭാഷകരല്ല, തെരുവ് പ്രഭാഷകരല്ല, ഉത്തരവാദപ്പെട്ട സഭാധ്യക്ഷന്മാർ ഈ നിലക്കുള്ള നെറികേടുകൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് അപകടകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പം ഇങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ഇപ്പുറത്തിരിക്കുന്ന ആളുകൾ അവർ ചുമ്മാ ഇരിക്കുന്ന ആളുകളൊന്നുമല്ലല്ലോ. അങ്ങനെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം കേരളത്തിലെ ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ 1921 ലോയൽ പ്രൊസഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. തൃശ്ശൂരിൽ നടന്നിട്ടുള്ള ലോയൽ പ്രൊസഷൻ എന്ന് പറഞ്ഞാൽ വിധേയത്വ റാലി. ആർക്ക് വിധേയത്വം? ബ്രിട്ടീഷുകാർക്ക് വിധേയത്വം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിൻ്റെ ഖിലാഫത്ത് സ്മരണകൾ വായിച്ചു നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഖിലാഫത്തുമായി നമ്മുടെ പുസ്തകങ്ങൾ വായിച്ചാൽ മതി. അവരന്ന് അവിടെ കാട്ടിക്കൂട്ടിയത് എന്താണെന്ന്. അവിടെ ബ്രിട്ടീഷുകാർക്ക് വിധേയത്വം പ്രകടിപ്പിച്ചുകൊണ്ട് പരസ്യമായി റാലി നടത്തുകയും ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും വീടുകളും കടകളും ആക്രമിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഈ നിലക്കുള്ള എന്തുകൊണ്ടാണ് ലോയൽ പ്രൊസഷൻ നടത്തിയതെന്ന് വെച്ചാൽ, ലോയൽറ്റി, ഭരിക്കുന്നവരോട് ലോയൽറ്റി കാണിക്കുക എന്നുള്ള ഒരു പാരമ്പര്യം ഈ സഭയ്ക്കുണ്ട്. അപ്പോൾ ഇപ്പം ആരാണ് ഭരിക്കുന്നത്? RSS ആണ് ഭരിക്കുന്നത്. അപ്പോൾ RSSന് ലോയൽറ്റി കാണിക്കാൻ, മുമ്പ് ബ്രിട്ടീഷുകാരോട് ലോയൽറ്റി കാണിക്കാൻ തൃശ്ശൂരിൽ ലഹള നടത്തിയതുപോലെ ഇന്ന് RSSനോട് ലോയൽറ്റി കാണിക്കാൻ കേരളത്തിൻ്റെ മനസ്സുകളിൽ തീ പടർത്തുകയാണ് സഭ ചെയ്യുന്നത്, സഭയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ അന്ന് തൃശ്ശൂരിൽ അതിനോട് പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ആ പ്രതികരണം എന്താണെന്ന് നമുക്ക് ചരിത്രത്തിൽ വായിച്ചാൽ മനസ്സിലാകും. അത് തൃശ്ശൂർ ലഹള തന്നെയാണ്, തൃശ്ശൂർ ലഹള എന്ന പേരിലാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് നിസ്സാര കാര്യമല്ല. കേരളത്തിലെ പ്രബലമായ രണ്ട് സമുദായങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാക്കി, വെറുപ്പുണ്ടാക്കി, വെറുപ്പ് വർദ്ധിപ്പിച്ച്, കുഴപ്പമുണ്ടാക്കി RSSനോടുള്ള ലോയൽറ്റി പ്രകടിപ്പിക്കുവാൻ സഭയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ നടത്തുന്ന ബോധപൂർവമായ ശ്രമമാണ്. അപ്പോൾ ഇപ്പുറത്ത് എന്തുണ്ടാവും? ഇപ്പുറത്ത് അതിനോടുള്ള പ്രതികരണം ഉണ്ടാവും. ഇപ്പോൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ അത് കണ്ടു തുടങ്ങി. കേരളത്തിൽ നിന്ന് 3 ആളുകൾ വിദേശത്ത് ISൽ 3 പെൺകുട്ടികൾ വിദേശത്ത് പോയതിനെക്കുറിച്ച് അടിസ്ഥാനമാക്കിയാണല്ലോ കേരള സ്റ്റോറിയും ഈ പറയുന്ന ഈ ലവ് ജിഹാദ് സിദ്ധാന്തങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കേരളത്തിലെ സഭാ കേന്ദ്രങ്ങളിൽ, കന്യാസ്ത്രീ മഠങ്ങളിൽ മരിച്ചു വീണ കന്യാസ്ത്രീകൾ എത്ര? അവരുടെ കൊലപാതകികളെ സംരക്ഷിക്കുവാൻ വേണ്ടി സഭ നടത്തിയ നീക്കങ്ങൾ എന്തൊക്കെ? ബലാത്സംഗം ചെയ്യപ്പെട്ട അൾത്താരകളിൽ ബലാത്സംഗം കന്യാസ്ത്രീ മഠങ്ങളിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടികൾ എത്ര? ഇതിൻ്റെയൊക്കെ കണക്കുകൾ വരുമല്ലോ. അതേതായാലും ഈ 3-ൽ നിൽക്കില്ല, ഒറ്റ അക്കത്തിലും നിൽക്കുന്നതല്ല. ഇതിൻ്റെയൊക്കെ കണക്കുകൾ എടുത്തിട്ട് ആളുകളത് പ്രചരിപ്പിക്കുന്നു. ഇതേമാതിരി ഒരു ഫിക്ഷണൽ ഫിലിമോ ഒരു ഡോക്യുമെൻ്ററിയോ ഉണ്ടാക്കുന്നു. കേരളത്തിലെ തെരുവുകളിലെല്ലാം അത് പ്രദർശിപ്പിക്കുന്നു. സഭ അതിനോട് എങ്ങനെ പ്രതികരിക്കും? അല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ സഭ എന്തു ചെയ്യും? എന്തുമാത്രം ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് സഭ ഈ സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നതെന്ന് അതിൽ ഉത്തരവാദിത്വ ബോധമുള്ള, വിവേകമുള്ള ആരെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം. കാരണം ഇവിടെ ഒരു ജനതയും വെറുതെ ഇരിക്കുന്നവരല്ല. നിരന്തരമായ ഭത്സനങ്ങൾ, നിരന്തരമായ ഇത്തരം വ്യാജപ്രചാരണങ്ങൾ, കുപ്രചാരണങ്ങൾ അതൊരു സമൂഹവും അധികകാലം സഹിക്കില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, അതവർ മനസ്സിലാക്കണം. പക്ഷേ ഇവിടെ ഉണ്ടായ പോസിറ്റീവായ ഒരു എലമെൻ്റ് എന്ന് വെച്ചാൽ, രേഷ്മ പറഞ്ഞത്, ആ സഭയ്ക്കകത്ത് നിന്ന് തന്നെ മറുശബ്ദങ്ങൾ വരുന്നു. നിങ്ങൾ ഈ ചെയ്യുന്നത് RSSനുള്ള വിടുവേലയാണ്. അതുകൊണ്ടാണ് ഇല്ലാത്ത ലവ് ജിഹാദിനെ കുറിച്ച് നിങ്ങൾ ഫിക്ഷണൽ ഫിലിം കാണിക്കുകയും സംഭവിച്ച മണിപ്പൂരിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി നിങ്ങൾ കാണാതിരിക്കുകയും ചെയ്യുന്നു എന്ന് സഭയ്ക്കകത്ത് തന്നെയുള്ള ഒരു വിഭാഗം ഉച്ചത്തിൽ പറയുന്നു എന്നുള്ളത് അങ്ങേയറ്റം ആവേശകരമായുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇല്ലാത്ത ലവ് ജിഹാദിലേക്ക് നോക്കുമ്പോൾ സംഭവിച്ച മണിപ്പൂരിലേക്ക് നോക്കൂ, അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണട്ടെ
എന്നൊരു ഫാദർ തീരുമാനിക്കുകയും അത് കുഞ്ഞുങ്ങളെ കാണിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കുവാൻ ധാരാളം വകകളുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. നാസർക്ക, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട യേശു പഠിപ്പിച്ചതും പ്രചരിപ്പിച്ചതും നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് പഠിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്ന ഇടത്തുകൂടിയാണ് ഈ അപരമത വിദ്വേഷത്തിൻ്റെ വിഷം കുഞ്ഞുങ്ങളിൽ കുത്തിവെക്കാനുള്ള ശ്രമം നടക്കുന്നത്. അപ്പോൾ നോക്കൂ, അതിനെതിരെ റിബൽ ശബ്ദങ്ങൾ തന്നെ ഉണ്ടാകുന്നു. അപ്പോൾ ഈ കെട്ടകാലത്ത് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ സാൻജോപുരം പള്ളിയുടെ ഒരു വിപ്ലവം എന്ന് തന്നെ ഞാൻ അതിനെ വിളിക്കുകയാണ്. പ്രതീക്ഷയുണ്ട്. പക്ഷേ രേഷ്മ ഉപയോഗിച്ചൊരു വാക്കുണ്ടല്ലോ, റിബൽ ശബ്ദങ്ങളെന്ന്. ഇത്തരം ശബ്ദങ്ങളെ സഭ റിബൽ ശബ്ദങ്ങളായി തന്നെ കണക്കാക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം അതിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്കിത് എത്രമാത്രം പ്രതീക്ഷ തരും എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. ഇപ്പം ഈ സാഞ്ചാപുരം പള്ളിയിലെ ഈ ജെയിംസ് പനവേലിൽ അച്ഛൻ ചെയ്തതുപോലെ തന്നെ ഇപ്പം നേരിട്ട് പ്രദർശിപ്പിച്ചിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ വളരെ കൃത്യമായിട്ട് ഇതിനെതിരെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ അച്ഛനാണ്. നമ്മളെ നേരത്തെ മുക്കം SH മൗണ്ട് പള്ളിയിലുണ്ടായിരുന്ന ഈ അജി പുതിയാമ്പറമ്പിലച്ഛൻ. അജി പുതിയാമ്പറമ്പിലച്ഛൻ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, അന്യമത വിദ്വേഷം അല്ലെങ്കിൽ വെറുപ്പിൻ്റെ രാഷ്ട്രീയം അന്യമായിരുന്ന ക്രിസ്ത്യൻ സമൂഹത്തിൽ അടുത്ത കാലത്ത് വിഷവിത്തുകളുമായി ചില ഗ്രൂപ്പുകൾ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പുകളാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്. ഇത് പിതാക്കന്മാർ മനസ്സിലാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, അദ്ദേഹത്തെ പള്ളി ആൾറെഡി നടപടിയെടുത്ത് നമ്മുടെ വെള്ളിമാടുകുന്ന് അസീസിയ ഭവനിലല്ലാതെ വേറെ എവിടെയും മൂപ്പര് അൾത്താരയിൽ പോലും കയറരുത് എന്ന് പറഞ്ഞിട്ട് വേറെ ആരോട് സ്വന്തം ജന്മ വീട്ടിലോ ഈ അസീസി ഭവനിലോ അല്ലാതെ വേറെ എവിടെയും സന്ദർശനം പോലും നടത്തരുതെന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് ഒരു തടവിലിട്ട പോലെ തടവിലിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഇത്തരം ശബ്ദങ്ങൾ ഉയർത്തുന്നവരെ സഭയ്ക്കകത്ത് തന്നെ വിമതന്മാരായി കാണുന്ന ഒരു സ്വഭാവവും ഇതോടുകൂടി തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അതാണ് ഈ പറയുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് കാസ പോലുള്ള ചില സംഘടനകൾ അല്ലെങ്കിൽ RSSന് വിധേയപ്പെട്ട അല്ലെങ്കിൽ അവരുടെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് കരാറെടുത്തിരിക്കുന്ന ചില സംഘടനകൾ ഈ സഭയ്ക്കകത്ത് മേൽക്കൈ കിട്ടിയോ എന്നുള്ളൊരു പ്രശ്നം കൂടെയുണ്ട്. ഇപ്പോൾ ഇതിനെതിരെ ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ സഭയ്ക്കകത്ത് തന്നെ ഇപ്പം തേലക്കാടച്ഛനുണ്ട്, അതുപോലെ തന്നെ ജോൺ ദയാലുണ്ട്, ഈ നേരത്തെ ഉണ്ടായിരുന്ന നമ്മളുടെ ഈ സുരേഷ് മാത്യു അച്ഛനുണ്ട്. ഇത്തരം ആളുകളൊക്കെയും ഇതിനെതിരെ രംഗത്ത് വരികയും അതിനൊക്കെ പരസ്യമായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്കെതിരെ സഭയ്ക്കകത്ത് ഇപ്പം നടക്കുന്നത് ഇവരെന്തോ ഒരു വിമത ശബ്ദമാണ് പുറപ്പെടുവിക്കുന്നത് എന്നുള്ള ഒരു തരത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് അത്രമാത്രം അങ്ങോട്ട് അത് അത്രമാത്രം അങ്ങോട്ട് ഒരു നല്ല സന്ദേശമല്ല നൽകുന്നത്. ഇത്തരം സഭയ്ക്കകത്ത് ചില ആളുകൾ കാണിക്കുന്ന ഈ ദോഷകൃത്യങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഈ വിഷവിത്തുകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ നിലപാടെടുത്താൽ അവരെ ഒറ്റപ്പെടുത്തുമെന്നുള്ളൊരു സൂചനയും സഭയ്ക്കകത്ത് നിന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതെ, അതായത് ഇന്നിപ്പോൾ ദീപികയുടെ ഇന്നലത്തെ മുഖപ്രസംഗം, സത്യദീപത്തിന് ഇന്നത്തെ മുഖപ്രസംഗം, അതൊക്കെ ഈ വിഷയങ്ങൾക്കൊക്കെ ശേഷമാണ് അത്രയും ശക്തമായ ഭാഷയിൽ മുഖപ്രസംഗങ്ങൾ വരുന്നത്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ ചില ആളുകൾ സഭയ്ക്കകത്തും സഭയുടെ കൂടെ നിൽക്കുന്നവരുമായ ചില ആളുകൾ പറയുന്നത് സത്യദീപമൊക്കെ തേലക്കാട്ടച്ഛൻ്റെ കയ്യിലായതുകൊണ്ട് അവരുടെ കയ്യിലായതുകൊണ്ട് ഇപ്പം വരുന്നു എന്ന് നോക്കണ്ട എന്നുള്ളതാണ്. കാരണം അതിനകത്ത് പോലും ഈ പറഞ്ഞതുപോലെ കൃത്യമായ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ പക്ഷങ്ങൾ, ശബ്ദങ്ങൾക്ക് പക്ഷങ്ങൾ ഒക്കെ രേഖപ്പെടുത്തപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് വേറെ കാര്യമുണ്ട് രേഷ്മ, എന്ന് വെച്ചാൽ ഇത് കുറച്ചധികമായല്ലോ തുടങ്ങിയിട്ട്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ രൂക്ഷത തുടങ്ങുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതലാണ്. ഇത് സർക്കാർ എന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഇല്ലേ? സർക്കാരിന് ഇതിൽ ഉത്തരവാദിത്വമില്ലേ? കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സമുദായ നേതൃത്വം മറ്റൊരു സമുദായത്തിനെതിരെ അവരുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ നിരന്തരമായ വിദ്വേഷ പ്രചാരണം നടത്തുക, അത്തരം പാംപ്ലെറ്റുകൾ, അത്തരം മെറ്റീരിയലുകൾ കുട്ടികൾക്കിടയിൽ വിതരണം ചെയ്യുക, സഭാപിതാക്കന്മാർ തന്നെ നാർക്കോട്ടിക് ജിഹാദ് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ അത് ഒരു സമൂഹത്തിൽ പ്രശ്നം സൃഷ്ടിക്കുന്നൊരു കാര്യമാണല്ലോ. അത് അപ്പോൾ സമൂഹത്തിൽ പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു സംഗതി, ഒരു വിഭാഗം തുടർച്ചയായി ആസൂത്രിതമായി ചെയ്യുമ്പോൾ സർക്കാർ ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയാണോ വേണ്ടത്? നന്ന് ചുരുങ്ങിയത് ഞാൻ പറയുന്നത്, സർക്കാർ നിയമ നടപടി എടുക്കാവുന്ന കാര്യങ്ങൾ ഇതിനകത്ത് ധാരാളമുണ്ട്. പക്ഷേ നിയമ നടപടിക്കപ്പുറം ഇതിനകത്ത് ഏതോ നിലയ്ക്ക് ഒരു എൻഗേജ് ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കുവാൻ, ഈ പ്രശ്നം നന്ന് ചുരുങ്ങി ഡൈല്യൂട്ട് ചെയ്യാനെങ്കിലുമുള്ള ഒരു ഉത്തരവാദിത്വം സർക്കാർ കാണിക്കേണ്ട. അങ്ങനെ ഒരു സംഗതിയും നടക്കുന്നില്ല. അപ്പോൾ വളരെ ഏകപക്ഷീയമായി ഈ നിലക്കുള്ള കാര്യങ്ങൾ നിരന്തരം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഞാൻ പറയുന്നു നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. കേരള സമൂഹത്തിൻ്റെ ഭാവിയെ വളരെ വളരെ നിഷേധാത്മകമായി ബാധിക്കാൻ പോകുന്നൊരു പ്രശ്നമാണിത്.
ഈ പറഞ്ഞ ഒരു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് അതിനെതിരായിട്ടുള്ള ഒരു ഡിഫൻസ് ഉയർന്നു വരുന്നുണ്ടെന്ന് നിശ്ചയമായും ആഹ്ലാദം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാർ, അത് ഏത് സർക്കാരാണെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ എടുക്കേണ്ട ഒരു സമീപനം ഇന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല എന്നൊരു വിമർശനം കൂടി ഞാൻ ഉന്നയിക്കുകയാണ്. തന്നെയല്ല, അതിപ്പോൾ കാണിക്കാൻ എടുത്ത സമയമുണ്ടല്ലോ, ആ സിനിമ ഇപ്പോൾ ഈ പിന്നെ ക്രിസ്ത്യൻ സഭയ്ക്കകത്ത് കുട്ടികളെ വിളിച്ചു വരുത്തിയിരുത്തി കാണിക്കാൻ എടുത്ത സമയം ഒരു തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം കൂടെ അന്വേഷിക്കേണ്ടത്. അത് കൃത്യമായിട്ട് രാഷ്ട്രീയ കാരണത്തിന്. കാരണം കേരളത്തിൽ എന്തുകൊണ്ട് BJPക്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് ഓരോ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോഴും BJP പുറത്തു നിൽക്കുന്നു എന്നുള്ളൊരു കാരണമായിട്ട് ഇത്രയും കാലമായിട്ട് ഇന്ത്യയിൽ മുഴുവനുള്ള ഈ പിന്നെ രാഷ്ട്രീയ വിശകലനക്കാരും സൈക്കോളജിസ്റ്റുകളും ഒക്കെ പറയുന്നത് കേരളത്തിലെ മണ്ഡലങ്ങളുടെ കിടപ്പാണ്. അത് പിന്നെ എത്ര ശതമാനം വോട്ട് കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലം എടുത്താലും, ഏത് ലോക്സഭാ മണ്ഡലം എടുത്താലും, ഏത് മണ്ഡലത്തിലും ഒരു പിന്നെ ഇതിൻ്റെ ഈ വിധിയെ നിർണ്ണയിക്കാവുന്ന തരത്തിലുള്ള ന്യൂനപക്ഷ വോട്ടുകളുണ്ട്. ഈ ന്യൂനപക്ഷ വോട്ടുകൾ എല്ലാ കാലത്തും BJPക്കും എതിരായിരുന്നു താനും. അത് വടക്കൻ കേരളത്തിലേക്ക് വന്നാൽ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളായിരിക്കാം, തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകളായിരിക്കാം. പൊതുവെ പറഞ്ഞാൽ കേരളത്തിൽ എവിടെ നോക്കിയാലും ന്യൂനപക്ഷ വോട്ടുകളാണ് വിധി നിർണ്ണയിക്കുന്നതും. ഇവർ കൃത്യമായിട്ട് BJPക്ക് എതിരാണ് താനും. അതുകൊണ്ട് ഈ ശക്തികൾ കൃത്യസമയത്ത് ആക്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ BJPക്ക് കടന്നു വരാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ എന്നുള്ള അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷ ശക്തികൾ എന്നുള്ളിടത്തൊരു വിള്ളലുണ്ടാക്കിയിട്ട് അതിലൂടെ BJPക്ക് കാറുറപ്പിക്കാനുള്ള സ്ഥലം അതിനു വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് ഈ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഇലക്ഷൻ സമയത്ത് തന്നെ ഈ സംഗതി എടുക്കുന്നത്, ഇത്തരത്തിലൊരു ഭിന്നിപ്പുണ്ടാക്കുകയും ചെയ്യുന്നത്. അതുപോലും ഈ ഇപ്പുറത്ത് നിൽക്കുന്ന രാഷ്ട്രീയക്കാർക്ക് പോലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞതിനേക്കാൾ അപകടകരമായിരിക്കും സംഭവം. ശരി, യെസ്. എന്താണെങ്കിലും ഈ സാഞ്ചോപുരം സെൻറ്റ് ജോസഫ് പള്ളിയിലെ മണിപ്പൂർ ഡോക്യുമെൻ്ററി പ്രദർശനം ഈ കെട്ടകാലത്ത് അല്പമെങ്കിലും പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. അതുമാത്രമല്ല, ഈ വിദ്വേഷങ്ങളെ, വെറുപ്പിനെ, അതിൻ്റെ ചതിക്കുഴികളിൽ വീണു പോകാതിരിക്കാനുള്ള സാമൂഹ്യ ജാഗ്രത ഇന്നത്തെ കാലത്ത് ഓരോരുത്തരും കാണിക്കേണ്ടത് കാലഘട്ടത്തിലെ ഏറ്റവും ആവശ്യമായ കാര്യം കൂടിയാണ്.